കീം രജിസ്റ്റർ ചെയ്യുവാൻ വീണ്ടും ഇതാ അവസരം. കേരളത്തിൽ എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ, അതോടൊപ്പം മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭ്യമാവണമെങ്കിൽ നിർബന്ധമായിട്ട് കീം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നേരത്തെ നീറ്റ് എൻട്രൻസ് പരീക്ഷ രജിസ്റ്റർ ചെയ്തു പരീക്ഷ എഴുതി റിസൾട്ട് വന്ന കാൻഡിഡേറ്റ്സിൽ ഈ കീം രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയവരല്ലെങ്കിൽ വിട്ടുപോയവർക്ക് ഈ അവസരം അത് പ്രയോജനപ്പെടുത്തുക. ഈ വരുന്ന ജൂൺ 23 തിങ്കളാഴ്ച വരെയാണ് ഇതിനുള്ള അവസരം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നേരത്തെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ കേരളത്തിലെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, സാമ്പത്തിക സംവരണ ആനുകൂല്യങ്ങൾ, അത് വരുമാന സർട്ടിഫിക്കറ്റ്, ഇനി പ്രത്യേക സംവരണം, NRI കോട്ട, EWS കോട്ട, നമുക്കറിയാവുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണതര വിഭാഗങ്ങൾക്കുള്ള സീറ്റ് എന്നിവ ആവശ്യമുള്ളവർ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട സമയമാണിത്. അപ്പം നേരത്തെ അപ്ലൈ ചെയ്തവർ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളിൽ ഏതാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടിയും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് പുതിയ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആവശ്യമായി വരുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഒരിക്കൽ കൂടി നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾ എല്ലാവരും കേരളത്തിൽ അഡ്മിഷൻ ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നമ്മളുടെ പേരുകൾ വരണമെന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് കീം രജിസ്റ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള അവസരമാണിത്. ജൂൺ 23 തിങ്കളാഴ്ച വരെ നമുക്ക് അവസരമുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതേപോലെ എൻട്രൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നമ്മളുടെ ദർശന അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി ലഭ്യമാക്കുന്നതാണ്. താങ്ക്